നമ്മൾ ഈ മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാവും? നമ്മുടെ എല്ലാവരുടെയും സംശയമാണ് നമ്മൾ ഈ മുട്ട കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ ഉണ്ടാവുന്നുള്ളത്. അതിൻ്റെ മെയിൻ കാരണം വെച്ചാൽ ഈ മുട്ടയിലുള്ള മഞ്ഞയാണ്. അപ്പോൾ ഈ മഞ്ഞ എല്ലാവരും കഴിക്കുന്ന ഫാറ്റ് എന്നാണ്. സത്യത്തിൽ മഞ്ഞ ഫാറ്റ് തന്നെയാണ്, പക്ഷേ ഈ മഞ്ഞ ഗുഡ് ഫാറ്റാണ്. നമ്മൾ ഈ മഞ്ഞ എത്ര കഴിച്ചാലും നമുക്ക് അത് കൊളസ്ട്രോൾ ഒരു ലെവൽ പോലും നമുക്ക് കൂടാറില്ല. എന്നുവെച്ചാൽ ഒരു ഗുഡ് കൊളസ്ട്രോൾ ആണ്. നമുക്ക് കൊളസ്ട്രോൾ നമ്മുടെ ബോഡിക്ക് വേണം. ഈ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഈ കൊളസ്ട്രോൾ ആണ് നമ്മുടെ ബോഡിയിലെ ഓരോ സെൽസിനെയും നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ നമ്മൾക്കൊരു ഹൃദ്രോഗം വരികയാണ്, നമ്മൾ ഹാർട്ട് ഡിസീസ് വരെയാണ്. ഹാർട്ട് ഡിസീസിൽ വരുന്നതിൻ്റെ മെയിൻ കാരണം വെച്ചാൽ ട്രൈഗ്ലിസറിഡിൻ്റെ ലെവൽ കൂടുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് പറഞ്ഞത്? ഈ ട്രൈഗ്ലിസറിഡിൻ്റെ അളവ് പറഞ്ഞത് ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, അതുപോലുള്ള ഓയിൽസ് എന്ന് പറയുമ്പോൾ അൺസാച്ചുറേറ്റഡ് ഓയിൽസ് ആണ്. നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, ഗീ യൂസ് ചെയ്യാം, ബട്ടർ യൂസ് ചെയ്യാം. ഇതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. പക്ഷെ മറ്റ് ഓയിൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബോഡിക്ക് കേടാണ്. ഫ്രീ റാഡിക്കൽസ് അറ്റാക്ക് ഉണ്ടാവും. ഈ ഫ്രീ റാഡിക്കൽസ് അറ്റാക്ക് വഴി നമുക്ക് എന്താണ് നമ്മുടെ സെൽസിൽ നശിച്ച് നമുക്ക് ക്യാൻസർ പോലുള്ള മാരകമായ അസുഖം ഉണ്ടാവും. അതുകൊണ്ട് ഈ എക്സ് കഴിച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വരുന്നില്ല. ഞാൻ ഒരു ദിവസം രാവിലെ 10 എക്സ് കഴിക്കുന്നു, വൈകുന്നേരം 10 എക്സ് കഴിക്കുന്നു. ഒരു ദിവസം ഞാൻ 20 എക്സ് ടോട്ടൽ എടുക്കുന്നു. ഇത് തന്നെയാണ് ഞാനിപ്പോൾ കുറേ കാലം, അതായത് 1-1.5 വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. എനിക്കൊരു പ്രശ്നം എൻ്റെ ബോഡിയിലുണ്ടായി. ഇതൊരു കൊളസ്ട്രോളിൻ്റെ ലെവൽ പോലും കൂടിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ മുന്നേ നമ്മൾ കേട്ടിരുന്ന ഡോക്ടർമാരെ റെക്കമെൻഡ് ചെയ്തിരുന്ന ഒരു മുട്ട ഒരു ദിവസം കഴിക്കാനാണ്. ഇപ്പോൾ ഡോക്ടർമാർ തന്നെ മാറ്റി പറയുന്നുണ്ട്, ഒരു ദിവസം നിങ്ങൾ 3-4 മുട്ട കഴിക്കാൻ പറഞ്ഞാൽ. ഇപ്പോൾ ബോഡി വെയിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു സാധാരണക്കാരൊരു വ്യക്തി പോലും, ഇപ്പോൾ 60 kg ഒരു വ്യക്തി, അതായത് 60 കിലോ ഒരു വ്യക്തി പോലും അയാളെ ബോഡി വെയിറ്റ് ഇൻറ്റു 1 gram പ്രോട്ടീൻ ഒരു ദിവസം ടേക്ക് ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. അത് ഹോൾ എക്സ്. ഈ ഹോൾ എക്സിൽ എന്ന് പറയുമ്പോൾ 6 gram പ്രോട്ടീൻ ഒരു മുട്ടയിൽ കിട്ടും. മഞ്ഞ ഉൾപ്പെടെ ഒരു മുട്ടയിൽ 6 gram പ്രോട്ടീൻ കിട്ടും. ഒരു 10 മുട്ട എടുക്കുമ്പോൾ തന്നെ നമുക്കത് 60 gram പ്രോട്ടീൻ ഇങ്ങനെയായി. അപ്പോൾ നമുക്കൊരു വ്യക്തി 60 കിലോ ഉള്ള ഒരു വ്യക്തി ഒരു 10 gram പ്രോട്ടീൻ 10 മുട്ട എടുക്കുമ്പോൾ ഒരു ദിവസത്തെ മീൽസ് കംപ്ലീറ്റ് ആവും, ഒരു പ്രോട്ടീൻ ടേക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? കൊളസ്ട്രോൾ വരുമെന്ന് പേടിച്ച് മുട്ട അവോയ്ഡ് ചെയ്യരുത്. മുട്ടയുടെ മഞ്ഞ കളയരുത്. ഏറ്റവും കൂടുതൽ വിറ്റാമിൻസ് മിനറൽസ് ഉള്ളത് ഈ മഞ്ഞയിലാണ്. അപ്പോൾ നിങ്ങൾ മഞ്ഞ കറക്റ്റായിട്ട് ടേക്ക് ചെയ്ത് കഴിക്കുക. ഓക്കെ, ബൈ പറ. ബൈ.